ആകാശം മുട്ടി നിൽക്കുന്ന ഒരു കുന്നും കടലോളം താഴ്വരയും കോഴിക്കോട് കരിയാത്തുംപാറ മനം മയക്കുന്ന കാഴ്ചയുടെ ഇടമാണ് കേട്ടോ. ശാന്തതയുടെ ഈ താഴ്വാരത്തെത്തിയാൽ സമാധാനം നമ്മുടെ അരികിലേക്ക് എത്തുന്നത് പോലെയാണ്. നമ്മുടെ പ്രിയപ്പെട്ട അർജുൻ കല്യാട് തയ്യാറാക്കിയ റിപ്പോർട്ട്. കോഴിക്കോട്ടെ കരിയാത്തുംപാറ പെരുവണ്ണാമുഴി ഡാമിൻ്റെ റിസർവോയറാണ് ഈ കാണുന്ന പ്രദേശം മുഴുവനും. ഒറ്റയ്ക്ക് കൂട്ടമായി കമിതാക്കളോടൊപ്പം സുഹൃത്തുക്കളോടൊപ്പം ഒക്കെ വന്നിരുന്ന് കഥ പറയാൻ പറ്റിയ ഒരിടം. മഴയത്ത്, വെയിലത്ത്, മഞ്ഞുകാലത്ത് അങ്ങനെ ഓരോ ഋതുഭാവത്തിലും ഓരോ മുഖഭാവമുള്ള കരിയാത്തുംപാറയുടെ കാഴ്ചയുടെ പറുദീസ കാണാം. മനോഹരം എന്ന വാക്കിന് പ്രകൃതി കാഴ്ചയൊരുക്കിയ താഴ്വര, പാറക്കെട്ടുകളും അരുവിയും പച്ചപ്പും നിറഞ്ഞ ടൂറിസ്റ്റ് സ്പോട്ട്, പ്രകൃതിദത്ത നീരുറവിയിൽ ആസ്വദിച്ച് നീന്തുന്ന മീനുകൾ, പച്ചപ്പിൽ മേയുന്ന കന്നുകാലികൾ, സായാഹ്നം തണലിൽ ചിരിച്ചുല്ലസിക്കുന്ന കുടുംബം. നഗരത്തിരക്കില്ല, സന്തോഷവും ശാന്തതയും ആഘോഷങ്ങളും. എന്താ പേരെന്താ? എസ്ലിൻ സേറ. നിന്റെ പേരെന്താ? ഫാത്തിമ എസ. ഗംഭീര ഡാൻസ് ആണല്ലോ. ആരാ പഠിപ്പിച്ചത്? കോഴിക്കോട് നഗരത്തിൽ നിന്നും 45 കിലോമീറ്റർ അകലെയാണ് കരിയാത്തുംപാറ. കക്കയം ഡാമിനോടും തോണിക്കടവിനോടും അടുത്ത് നിൽക്കുന്ന പ്രദേശം. തോണിക്കാഴ്ച എന്ന പേരിൽ 2026 ജനുവരി 17 മുതൽ 19 വരെ ടൂറിസം ഫെസ്റ്റും ഇവിടെ സംഘടിപ്പിക്കുന്നു. നല്ല സ്ഥലമാണ് കരിയാത്തുംപാറ. പ്രകൃതി രമണീയമായ ഒരു സ്ഥലമാണ്. ടൗണിൽ നിന്നൊക്കെ മാറിയിരുന്ന് കുട്ടികൾക്ക് കളിക്കാനും നല്ല കാഴ്ചകളൊക്കെ കണ്ടിരിക്കാൻ പറ്റിയ നല്ലൊരു ശാന്തമായ മനസ്സിന് നല്ലൊരു കുളിർമ കിട്ടുന്ന ഒരു സ്ഥലം കൂടിയാണ്. ഈ സ്ഥലം തന്നെ ഓർമ്മയില്ലേ? അച്ഛനും അമ്മയും പറഞ്ഞിട്ടുണ്ട്, ഇഷ്ടമാക്കി. കുടുംബമായി വന്നിരിക്കാനും കുട്ടികളെ കളിക്കാനും ഒക്കെ കാണാനുള്ള നല്ല സ്ഥലമാണ്. നമ്മളൊരു പ്രാവശ്യം മുന്നേ വന്നിട്ടുണ്ട്, 1-2 പ്രാവശ്യം. അങ്ങനെ തോണിക്കാഴ്ച എന്ന 2026 എന്ന പേരിൽ ഒരു ഫെസ്റ്റ് സംഘടിപ്പിക്കുന്നുണ്ട്. ജനുവരി 17, 18, 19 തീയതികളിലാണ് ഫെസ്റ്റ്. സിദ്ധാര കൃഷ്ണകുമാർ ഉൾപ്പെടെയുള്ള സെലിബ്രിറ്റികളുടെ സ്റ്റേജ് പ്രോഗ്രാം, ലൈറ്റിനിങ് തുടങ്ങിയ വിപുലമായ രീതിയിലാണ് ഫെസ്റ്റ് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത്. ഒരുപാട് കാഴ്ചകൾ കാണുന്നതിലല്ല, കാണേണ്ട കാഴ്ചകൾ തന്നെ കാണുമ്പോഴാണ് കാഴ്ച അനുഭൂതിയായി മാറുന്നത്. കരിയാത്തുംപാറ കാഴ്ചയുടെ അനുഭൂതിയാണ്. വീഡിയോ ജേർണലിസ്റ്റ് വിജയ് ശമ്പാടിക്കൊപ്പം റിപ്പോർട്ടർ അർജുൻ കല്യാട് ഇൻ റിപ്പോർട്ടർ, കോഴിക്കോട്.